ഫാമിലി കിച്ചൺ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ സ്രാവ് എങ്ങനെ നമുക്ക് ക്ലീൻ ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ കട്ട് ചെയ്യാം ഇതാണ് ഞാനിവിടെ നിന്ന് കാണിക്കാൻ പോകുന്നത്. സാധാരണ എനിക്ക് ഇത്ര വലിപ്പമുള്ള സ്രാവല്ല കിട്ടാറ്, ഇതിനേക്കാൾ കുറച്ച് ചെറുപ്പാണ് കിട്ടാറ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നോക്കാം. ആദ്യം നമുക്ക് സ്രാവിൻ്റെ നല്ല മൂർച്ചയുള്ള കത്തി തന്നെ നമുക്ക് വേണം, എന്നാലേ നമുക്കിത് വളരെ നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് ആദ്യം ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് കളയണം. അതുപോലെ തന്നെ നമുക്ക് ഈ ഭാഗവും കട്ട് ചെയ്ത് കളയണം. നമുക്ക് കത്രയും കൂടി ഉണ്ടെങ്കിൽ കുറേയും കൂടി ഈസിയാണ് കട്ട് ചെയ്യാനായിട്ട്. ഈ ഭാഗം കട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഈ ഒരു ഭാഗം ഇതിൻ്റെ ഈ സൈഡിലത്തെ വിങ്സ് പോലത്തെ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കളയേണ്ടതാണ് നമ്മൾ. കട്ട് ചെയ്യുമ്പോൾ നമുക്ക് നല്ല മൂർച്ചയുള്ള കത്തിയാണെങ്കിൽ ഇതേപോലെ നമുക്ക് ചെയ്യാൻ പറ്റും സ്കിന്ന്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ വാലിൻ്റെ ഭാഗത്തു നിന്നാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഭാഗത്ത് നിന്ന് നമുക്ക് കട്ട് ചെയ്യാം. ഈ അതിൻ്റെ എല്ലിനോട് ചേർന്നിട്ട് വേണം നമുക്ക് കട്ട് ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതൊന്ന് കൈ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് നല്ല മൂർച്ചയുള്ള കത്തി ഉണ്ടായാലും ഇതുപോലെ നമുക്ക് വളരെ ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊപ്പം ഒന്ന് നീക്കി കൊടുക്കുക. തലയുടെ ഭാഗം നമുക്കിവിടെ കട്ട് ചെയ്യാം. അപ്പോൾ അത് കട്ട് ചെയ്യാൻ പ്രയാസം വെച്ചെങ്കിൽ നമുക്കൊരു കത്രിക ഉപയോഗിച്ചിട്ട് നമുക്ക് കുറേ കൂടി ഈസി ആയിട്ട് നമുക്കിത് എടുക്കാവുന്നേ ഉള്ളൂ. ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് ചിലർക്ക് ഇഷ്ടം ഉണ്ടാവുള്ളൂ ഇത് കറിയിലൊക്കെ ഇടാനായിട്ട്. ഇതൊരു ഇട്ട് കഴിഞ്ഞാലൊരു സ്മെല്ല് കൂടുതലാവും. അപ്പോൾ ഞാനിത് സാധാരണയായിട്ട് എടുക്കാറില്ല. ചിലർക്ക് ഇത് നല്ല ഇഷ്ടമായിരിക്കും. ഇത് നമ്മൾ ഈ സ്രാവിൻ്റെ കൂടെ കായൊക്കെ ഇട്ട് വയ്ക്കും ചിലർ. അപ്പോൾ അവർക്ക് ഈ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. സാധാരണ അത് യൂസ് ചെയ്യാറില്ല, കളയാറ പതിവ്. അത് ഇട്ട് കഴിഞ്ഞാൽ സ്രാവിനൊരു നല്ലൊരു കുത്തുമണുണ്ടല്ലോ, അത് നമുക്ക് ചിലർക്ക് ഇഷ്ടാവില്ല. അത് കത്രി ഉപയോഗിച്ചിട്ട് നമുക്കിതെല്ലാം കട്ട് ചെയ്ത് കളയാം. നമുക്കിതങ്ങോട്ട് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്കിതിൻ്റെ സ്കിന്നാണ് എടുക്കേണ്ടത്. സ്രാവിൻ്റെ സ്കിന്ന് നമ്മൾ ആരും ഉപയോഗിക്കില്ല. അപ്പോൾ അത് ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഭാഗത്ത് ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്യാം. തൊലി കട്ട് മുഴുവൻ ഇതൊക്കെ ഉണ്ടോ ഇതേപോലെ ആക്കിയെടുക്കുക. മുഴുവൻ തൊലി കട്ട് ചെയ്ത് കളയരുത്. അതിന് ശേഷം നമ്മൾ ഇവിടെ ഇങ്ങനെ ഈ ഭാഗത്ത് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് താഴോട്ട് കത്തി ഇങ്ങനെ കൊണ്ടുപോവാം. കണ്ടോ ഇതേപോലെ ഇതേപോലെ എടുക്കുമ്പോൾ ശരിക്കും നമുക്ക് ഇതിൻ്റെ സ്കിന്ന് നന്നായി പറഞ്ഞു പോരും. പിന്നെ അഥവാ ഇത് കട്ട് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ ഈ ഭാഗം കത്തി ഉപയോഗിച്ചിട്ട് നമുക്ക് എടുക്കാം. ഇതേപോലെ തന്നെ ഇത് പിന്നെ നമുക്ക് ഇങ്ങോട്ട് വേണമെങ്കിൽ തിരിച്ച് വയ്ക്കാം. അതിന് ശേഷം നമ്മൾ ഇതേപോലെ തന്നെ ഈ സ്കിന്നിൻ്റെ ഭാഗം ഇവിടെ അമർത്തി പ്രസ് ചെയ്യുക. എന്നിട്ട് ഇതേപോലെ തന്നെ നല്ലോണം ഈ ഭാഗത്തേക്ക് താഴ്ത്തിയിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. ഇതിങ്ങനെ നീക്കി കൊണ്ടുപോകാം നമ്മൾ. കണ്ടോ ഇതിങ്ങനെ ശരിക്കും നല്ല മൂർച്ചയുള്ള കത്തിയാണെങ്കിൽ, ഇതുപോലെ കനംകുറവുള്ള കത്തിയും കൂടി ആണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. കുറച്ചധികം ഉണ്ടെച്ചെങ്കിൽ നമുക്ക് ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്യാം. കണ്ടോ ഈ ഭാഗം വളരെ വൃത്തിയായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ബാക്കി ഭാഗം കൂടി നമുക്ക് ഇതേപോലെ കട്ട് ചെയ്യാം.
സ്രാവ് കുറച്ചും കൂടി എപ്പോഴും നല്ലത് കുറച്ചും കൂടി ചെറിയ സ്രാവാണ്, ഇതിനെയൊക്കെ ചെറിയ സ്രാവാണ് ടേസ്റ്റ് ഉണ്ടാവുക. ഇതേപോലെ നമുക്ക് ഇതേപോലെ ബാക്കി എന്തെങ്കിലും വളരെ ചെറുതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊരു സിസേഴ്സ് വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഈ കുറച്ച് ഭാഗമുണ്ട്, അത് നമുക്ക് ഇതേപോലെ കട്ട് ചെയ്യാം. ഇങ്ങനെയാണ് സ്രാവ് നമ്മൾക്ക് ക്ലീൻ ചെയ്തെടുക്കുക, അതിൻ്റെ സ്കിൻ എടുക്കുക. ഇതേപോലെ തന്നെ നമുക്ക് ഈ ഭാഗവും ഇതേപോലെ തന്നെ എടുക്കാം. ഇതെങ്ങനെയാണ് എടുക്കാമെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ മുള്ളുള്ള ഭാഗമാണ്. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്യാൻ നോക്കുമ്പോൾ കുറച്ച് കട്ടിയുള്ള വലിയ സ്രാവയ്ക്കാണെങ്കിൽ ഇതിൻ്റെ ഇത് കണ്ട ഈ മുള്ളുഭാഗം കട്ട് ചെയ്യാൻ ഭയങ്കര പ്രയാസമായിരിക്കും. അപ്പോൾ ഇവിടെ ഒരു ഹോള് പോലെ ഈ ഓരോ മുള്ളിൻ്റെ സൈഡിലൊരു ഹോള് പോലത്തെ ഒരു ഭാഗം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. കണ്ട ഈ ഒരു ഭാഗത്ത് ആ ഹോളുള്ള ഭാഗത്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഈസി ആയിട്ട് ഇത് കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് മറ്റു ഭാഗവും ഇതേപോലെ തന്നെ നമുക്ക് സ്കിന്ന് എടുക്കാവുന്നേ ഉള്ളൂ. ഇതേപോലെ നമ്മൾ ഇത് പ്രയാസം വെച്ചെങ്കിൽ ഒന്ന് ചെയ്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഒടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇത് കട്ട് ചെയ്ത് പോവും. എന്നിട്ട് ഇതേപോലെ ഇത് തന്നെ സ്കിൻ പിടിക്കാം. ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇതിൻ്റെ ഒരു സൈഡും കൂടി വൃത്തിയാക്കാനുണ്ട്, അത് നമുക്ക് സൈഡ് ഇതേപോലെ വൃത്തിയാക്കാവുന്നേ ഉള്ളൂ. ബാക്കിയുള്ള ഭാഗവും ഇതേപോലെ നമുക്ക് കട്ട് ചെയ്യാം. നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും എന്ന് വിചാരിക്കുന്നു. പകുതി ഭാഗമാകുമ്പോൾ നമുക്കൊന്ന് കട്ട് ചെയ്ത് ഈ ഭാഗത്തേക്ക് ഇടാം. കണ്ട ഇവിടെ മാത്രമേ തരി സ്കിന്നിൻ്റെ ഭാഗം വരുന്നുള്ളൂ. അത് നമുക്കൊരു കത്രിക ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കളയാവുന്നേ ഉള്ളൂ. ബാക്കി ഭാഗവും നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. സ്കിന്നിവിടെ പുറത്ത് ഇതുപോലെ പെട്ടെന്ന് ചിലപ്പോൾ ചില ഭാഗത്തൊക്കെ ഇതുപോലെ വിട്ടുപോരും. അപ്പം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ ആ സ്കിന്നും കൂടി ഒന്നിച്ചിട്ട് വേണം പിന്നെ നമ്മൾ അടുത്ത സ്കിന്ന് കളയാനായിട്ട് ഇതുപോലെ നീക്കി കൊടുക്കേണ്ടത്. കണ്ടോ, ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് പിന്നെ ഇതേപോലെ ഒന്നിച്ചെടുക്കാവുന്നതല്ലോ. ഇതുപോലെ തലയുടെ ഭാഗത്തായാലും നമുക്ക് ഇതേപോലെ സ്കിന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. നമുക്ക് ഈ ഒരു ഭാഗം കട്ട് ചെയ്യാം. തല എടുക്കുന്നവരുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് തല ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ ചെയ്തിട്ട് തന്നെ തലയുടെ ഭാഗം നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം. ഒന്നുകിൽ ഇത് നടു കട്ട് ചെയ്തിട്ട് ചെയ്യാം. ഞാൻ അതേപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടെ. ഇതേപോലെ തന്നെ വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ചെത്തിയെടുക്കാവുന്നേ ഉള്ളൂ. ബാക്കി കട്ടിയുള്ള ഭാഗം ഇതേപോലെ നമുക്ക് സ്കിൻ കട്ട് ചെയ്ത് കളയാം. നിങ്ങൾക്ക് കാണാൻ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. കത്തിയുടെ മൂർച്ചയൊക്കെ ഇടയ്ക്കൊന്ന് കൂട്ടി കൊടുക്കുന്നത് നല്ലതാണ്. നല്ലോണം മൂർച്ച ഇത് ഇങ്ങനെ ഉറച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ കത്തിയുടെ മൂർച്ച കുറയാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് അടിഭാഗത്താണ് കളയാനുള്ളത്. അടിഭാഗത്ത് നമുക്ക് ഇതേപോലെ കുറച്ച് പിടിച്ചിട്ട് കട്ട് ചെയ്യുന്നുള്ളൂ. സാധാരണ നമ്മുടെ നാട്ടിലേക്കാണെങ്കിൽ നമുക്ക് സ്രാവ് ക്ലീൻ ചെയ്ത് തരും അവർ. ഇതുപോലെ നമ്മൾ പോയി വാങ്ങിച്ചിട്ടൊക്കെ വെക്കുകയാണെങ്കിലാണ് നമുക്ക് വീട്ടിൽ വന്നിട്ട് ക്ലീൻ ചെയ്യേണ്ടി വരിക. അപ്പോൾ
സാധാരണ ഇത് ഭയങ്കര പ്രയാസമാണ് അതിൻ്റെ സ്കിന്ന് കളയാനായിട്ട്. ബാക്കിയുള്ള ഭാഗം നമുക്ക് കത്രിക വെച്ചിട്ട് കട്ട് ചെയ്ത് കളയാം. ഈ ഒരു ഭാഗം നമുക്ക് ഇതേപോലെ കത്തി വെച്ചിട്ട് ഇതേപോലെ ചെത്തി കളയാവുന്നേ ഉള്ളൂ. ബാക്കിയുള്ള ഭാഗങ്ങളുണ്ടെങ്കിൽ ഇതേപോലെ കത്തി വെച്ച് നമുക്ക് കളയാം. പിന്നെ ഈ ഭാഗങ്ങളൊക്കെ കളയേണ്ടതാണ്. ഇതിൻ്റെ ഈ ചെകിളാന്ന് നമ്മൾ പറയില്ലേ സാധാരണ, ഇതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇതെല്ലാം നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ കത്രിക ഉണ്ടെങ്കിൽ വളരെ സൗകര്യമായിട്ട് നമുക്കെല്ലാം ചെയ്യാവുന്നതാണ്. നമുക്ക് ഇത് വാഷ് ചെയ്തിട്ട് വേണം നമുക്ക് ഇത് കട്ട് ചെയ്യാനായിട്ട്. ഇതിൻ്റെ ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് ആവശ്യമില്ലെങ്കിൽ കളയാവുന്നതാണ്. ഞാനിതൊന്ന് വാഷ് ചെയ്തിട്ട് വരാം. മീൻ ഞാൻ നന്നായി ക്ലീൻ ചെയ്തിട്ടുണ്ട്. പിന്നെ തല ഉപയോഗിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ഈ ഭാഗം അങ്ങനെ നേരെ കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഇവിടെയും കട്ട് ചെയ്യുക. അങ്ങനെ എടുക്കുന്നവർക്കാണെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ ഞാനിവിടെ ഭാഗം കട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ തന്നെ കണ്ടതിൻ്റെ ഷാർക്കിൻ്റെ പല്ലുകളാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്കിത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഇത് കട്ട് ചെയ്യാതിരുന്നാണ് നമുക്ക് കത്രിക ഉപയോഗിച്ചിട്ട്, അല്ല കത്തിയാണെങ്കിൽ കത്തി ഉപയോഗിച്ചിട്ടാണെങ്കിൽ കട്ടിംഗ് പ്ലേറ്റുമ്പോൾ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. കത്രികയാണെങ്കിൽ നമുക്ക് ഇതേപോലെ കട്ട് ചെയ്ത് കളയാവുന്നേ ഉള്ളൂ. കണ്ട, ഇതൊക്കെ കയ്യുമ്പോൾ കൊണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ചോര വരും. നല്ല ഷാർപ്പാണിത്. അപ്പോൾ അത് ശ്രദ്ധിക്കണം നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ. ഇനി നമുക്ക് ഇവിടെ ഒരു സ്കിന്നിൻ്റെ ഒരു ഭാഗം കൂടി ഉണ്ട്. ഒന്നുകിൽ ഇത് നമുക്കിങ്ങനെ കത്തി വെച്ചിട്ട് ചെന്തിയെടുക്കാം. അതല്ല വെച്ചെങ്കിൽ കത്രിക വെച്ചിട്ട് നമുക്കിത് കട്ട് ചെയ്ത് കളയാവുന്നേ ഉള്ളൂ. കത്തിയാണ് കുറേയും കൂടി എളുപ്പമുണ്ടാവുക. കേട്ടോ, ഇത് ഇതേപോലെ നമുക്കിങ്ങനെ വലിച്ചെടുത്ത് കളയാൻ പറ്റും. ഈ ഒരു ഭാഗം സ്കിന്ന് കുറച്ച് ചീന്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിങ്ങനെ പുറകോട്ട് വലിച്ചെടുത്ത് കളയാവുന്നേ ഉള്ളൂ. പിന്നെ ഈ ഭാഗമൊക്കെ കളയാം നമുക്ക്. അതിൻ്റെ ചെകിളേറെ ഭാഗങ്ങളാണ്. ഇതൊന്നും എടുക്കേണ്ട കാര്യമല്ല. ഞാൻ സാധാരണയായിട്ട് തല എടുക്കാറില്ല. ഇവിടെ ഈ മാംസം ഇവിടെ വരെ എടുക്കാറുള്ളൂ. ഇതിങ്ങോട്ട് എടുക്കാറില്ല. അപ്പോൾ നിങ്ങൾക്കൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഇത് കുറച്ച് വലിയ കത്തി എടുത്തിട്ട് വേണം ഇത് കട്ട് ചെയ്യാനായിട്ട്. ഇത് ഞാൻ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് കാണിക്കാം. നമുക്ക് ഇത് കട്ട് ചെയ്യാൻ പാടൊന്നുമില്ല. നമുക്ക് സ്കിൻ കളയാനാണ് ഏറ്റവും പ്രയാസം. അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ എത്ര വലിപ്പത്തിലുള്ള പീസുകളാണ് ആവശ്യമുള്ളതെങ്കിൽ അതിനനുസരിച്ച് കട്ട് ചെയ്യാം. അപ്പോൾ ഞാനിത് നടു കട്ട് ചെയ്യാണ്. ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്യേണ്ടത്. എനിക്ക് ഉപ്പിലിട്ട് ഉണക്കിയിട്ട് സൂക്ഷിക്കാനാണ്. അപ്പോൾ നല്ല ചൂടുണ്ട് ഇപ്പോൾ വെയിലിന് നല്ല. അപ്പോൾ അതുകൊണ്ട് 2-3 ദിവസം ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് നമുക്ക് ഇത് ഉണക്കിയെടുക്കാവുന്നേ ഉള്ളൂ ഉപ്പിലിട്ടിട്ട്. പിന്നെ ഇവിടെയൊക്കെ ഉണക്കമീൻ കിട്ടാൻ പ്രയാസമാണ്, നല്ല ഫ്രഷ് ആയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതുപോലെ ഇടയ്ക്ക് ഉപ്പിലിട്ടിട്ട് ഉപ്പിട്ടിട്ട് ഞാൻ ഉണക്കിയെടുത്ത് വയ്ക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഇത്ര വലുപ്പത്തിലുള്ള പീസുകളാണ് ആക്കുന്നത്. നമ്മൾ കറി വയ്ക്കാനായാലും ഇത്രയൊക്കെ തന്നെ മതിയാവും. ഇതേപോലെ ഇപ്പോൾ പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇത് നമുക്ക് കട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ ഈ എല്ലിൻ്റെ ഭാഗമാണ് നിങ്ങൾക്ക് ഇനി കാണിച്ചു തരേണ്ടത്. ഇത് എല്ല് ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഒരു ഗ്യാപ്പ് പോലെ കാണുന്നുണ്ട്. കണ്ടോ, നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നറിയില്ല. ഇവിടെ ഓരോ ഗ്യാപ്പ് ഒരേ വര പോലെ തോന്നിക്കാം. വര ഭാഗത്ത് നമ്മൾ ചെയ്യാണെന്നുവെച്ചെങ്കിൽ പെട്ടെന്ന് നമുക്കിത് കട്ട് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഈ എല്ല് ഭാഗമാണെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാൻ പ്രയാസമാണ്. കണ്ടത് ഇവിടെ ഒരു ഗ്യാപ്പ് കാണുന്നുണ്ട്. ഈ 2 എല്ലിൻ്റെ ഇടയിൽ ഇവിടെ ഒരേ ഹോള് പോലെ കാണും. അവിടെ വെച്ചിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്കിത് മുറിച്ചെടുക്കാവുന്നേ ഉള്ളൂ. അധികം ബലം പ്രയോഗിക്കേണ്ട ആവശ്യം വരില്ല. നമുക്ക് ബാക്കി എല്ലാ കഷ്ണങ്ങളും ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി കത്രിക ഉപയോഗിച്ചിട്ടാണെങ്കിൽ കുറേയും കൂടി ഈസിയാണ്. നമുക്ക് ആ ഒരു ഇതിൽ ഇതേപോലെ കട്ട് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഞാൻ കൂടുതലും കത്രികയാണ് ഉപയോഗിക്കാറ്.
ഇത് വലിയ പീസാണെങ്കിൽ നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ നമുക്ക് കട്ട് ചെയ്യാം. കണ്ടോ, ഇത് കനം കുറവുള്ളതാണ്. നമുക്കത് 2-3 പീസുകളാക്കാം. നമുക്ക് ഇതേപോലെ കട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഇത് സ്കിൻ കളയാനേ നമുക്ക് പ്രയാസമുള്ള, സ്കിൻ കളഞ്ഞ് കിട്ടിയാൽ നമുക്ക് വളരെ ഈസിയാണ്. ഇനി നമുക്ക് ബാക്കി കഷ്ണങ്ങൾ ഇതേപോലെ കട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് കാണേണ്ടത് ഈ ഇതിൻ്റെ തലഭാഗമാണ്. തലഭാഗം നമുക്ക് കത്രികയാണെങ്കിൽ കത്രിക വെച്ചിട്ട് ഇതേപോലെ നമുക്ക് കട്ട് ചെയ്യാം. ഇത് ചിലപ്പം എല്ല് ഭയങ്കര കടുപ്പുള്ളത് കൊണ്ട് പ്രയാസമായിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കത്തി വെച്ചിട്ട് ഇത് നമുക്ക് കട്ട് ചെയ്യാം. ഇതേപോലെ വെച്ചിട്ട് സ്ലിപ്പ് ആവാതെ നോക്കണം. ഒന്ന് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊന്ന് കത്തി കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ നമുക്ക് കിട്ടും. ബാക്കി പോവാത്തത് ഉണ്ടെങ്കിൽ കത്രിക വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഈ കണ്ണൊക്കെ നമുക്ക് എടുത്ത് കളയാവുന്നതാണ്. കണ്ടോ, ഇതേപോലെ നമുക്ക് എടുത്ത് കളയാവുന്നതാണ്. നമുക്ക് സ്രാവ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് നോക്കൂ. ഈ പീസ് ഇതേപോലെ ഇട്ടാലും കുഴപ്പമില്ല. അത് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ കട്ട് ചെയ്യാം. നമുക്ക് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. നമുക്ക് ബാക്കി പീസുകളും കൂടി ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. ഞാൻ നിങ്ങൾക്ക് ഈ ഭാഗം ശരിക്കും കണ്ടിട്ടില്ലെങ്കിൽ ഈ ഒന്നുകൂടി കാണിച്ചു തരാനായിട്ടാണ്. കണ്ടില്ല, ഇവിടെ ഒരു ഹോള് പോലെ കാണുന്നില്ലേ? ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാനായിട്ട്. ഇതിൻ്റെ മിഡിൽ വെച്ചിട്ട് ചെയ്യാന്ന് വെച്ചെങ്കിൽ ഭയങ്കര ഹാർഡാണ്. ഈ ഭാഗം കട്ട് ചെയ്യാൻ ഭയങ്കര പ്രയാസമായിരിക്കും. അതേസമയം ഈ ഒരു ഗ്യാപ്പ് ഇവിടെ ഇങ്ങനെ ഒരു ഹോള് പോലെ കാണുന്നുണ്ട്. കണ്ടോ, ഇത് ഈ ഹോളുള്ള ഭാഗത്ത് നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്കിത് കട്ട് ചെയ്ത് എടുക്കാവുന്നേ ഉള്ളൂ. ഞാൻ ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഹോളുള്ള ഭാഗം ഇത് അത്യാവശ്യം നല്ല കട്ടിയുള്ള മുള്ളാണിത്. ഇത് മുറിക്കാൻ സാധാരണ ഭയങ്കര പ്രയാസമാണിത്. അപ്പോൾ ഈ ഒരു ഹോളിൽ വെച്ചിട്ടാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട്, കണ്ടോ, ഒട്ടും നമുക്ക് ബലം പ്രയോഗിക്കാതെ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, അതേ കണ്ടോ, ഒട്ടും പ്രയാസപ്പെടേണ്ട കാര്യമില്ല. അതിപ്പോൾ ഏത് മീനിൻ്റെ ആയാലും ഇതേപോലെ ഒരു ഹോള് പോലെ കാണും. ആ ഭാഗത്ത് കട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ ശരിക്കും മുള്ളിൻ്റെ ഭാഗമാണെങ്കിൽ ഭയങ്കര കഷ്ടപ്പെടേണ്ടി വരും നമുക്ക് കട്ട് ചെയ്യാനായിട്ട്. ഇതാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ എല്ലാ കഷ്ണങ്ങളും ഇതേപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞു. കണ്ടോ, ഇത് ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നല്ല മൂർച്ചയുള്ള കത്തിയും കൂടിയാണെങ്കിൽ ഇത് കട്ട് ചെയ്യുമ്പോൾ കഷ്ണങ്ങൾക്കൊന്നും ഒരു കുഴപ്പവും സംഭവിക്കില്ല. അപ്പോൾ എല്ലാവരും ഷാർക്ക് കിട്ടുകയാണെങ്കിൽ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ പറയണം. അടുത്ത് നല്ലൊരു റെസിപ്പി ആയിട്ട് എത്തുന്നവരെ താങ്ക് യു.